നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഒരു മാർക്കിൻ ഡൈവേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ള ട്രഡീഷണൽ കാഞ്ചീപുരം സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. 4 സാരീസാണ്. 4ഉം വൈര ഊസി പാറ്റേണിലുള്ള വീവിങ്ങിലുള്ള സാരീസാണ്. ഒത്തിരി ഹെവി ആയിട്ടുള്ള ബോർഡേഴ്സ് ഒന്നും വേണ്ട എന്ന ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ചോയ്സസ് ആണ് ഈ 4 സാരീസും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ആദ്യത്തെ സാരി കണ്ടു നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു റോയൽ ബ്ലൂവും അതുപോലെ തന്നെ പേർപ്പിളിൻ്റെയും ഡ്യുവൽ ഷെയ്ഡാണ് ആക്ച്വലി ഈ ഒരു സാരി വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. ആൻഡ് അതിൻ്റെ കോംബോ നിങ്ങൾ കണ്ടല്ലോ, ഒരു റാണി പിങ്ക് ആണ് കോംബോ വന്നേക്കുന്നത്. ആൻഡ് ബോഡി ഫുള്ള് നമുക്ക് ആ ഒരു ഡ്യുവൽ ഷെയ്ഡിലുള്ള വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. റോയൽ ബ്ലൂ ആൻഡ് പേർപ്പിൾ ഡ്യുവൽ ഷെയ്ഡ്. റോയൽ ബ്ലൂ ആണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് തിന്നായിട്ടുള്ള ഗോൾഡൻ ജെറിയിലുള്ള ലൈൻസ് ഹൊറിസോണ്ടലി വീവ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന് വൈര ഊസി പാറ്റേൺ എന്നാണ് പറയുന്നത്. തിന്നായിട്ടുള്ള ഈ ഒരു ലൈൻസിന് യൂസ് ചെയ്യുന്ന വാക്കാണ് വൈര ഊസി വീവിങ് എന്ന് പറയുന്നത്. അതിൻ്റെയും എഗെയിൻസ്റ്റ് ആയിട്ട്, ആ വൈര ഊസിയുടെയും എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഗോൾഡൻ ജെറിയിലുള്ള കുഞ്ഞു കുഞ്ഞു എലിഫന്റ് പാറ്റേൺസിന്റെ വീവിങ് ബോഡിയിൽ ഫുള്ളായിട്ട് വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെ ബോഡി വീവിങ് ഫുൾ സാരിയിൽ ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സിലാണെങ്കിൽ നമുക്ക് 4 ലൈൻസ് ആണ്, അത്യാവശ്യം തിക്കായിട്ടുള്ള 4 ലൈൻസ് അടുപ്പിച്ച് പോകുന്ന രീതിയിലാണ് ഈ ഒരു സാരിയുടെ ബോർഡേഴ്സ് ഗോൾഡൻ ജെറിയിലുള്ള വീവിങ് 2 സൈഡിലും വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പല്ലു നമുക്ക് വരുന്നത് നല്ല റാണി പിങ്ക് ഷെയ്ഡിൽ, ഡീപ്പായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സാരിയുടെ പല്ലു വന്നിരിക്കുന്നത്. അതിലും ഗോൾഡൻ ജെറിയിലുള്ള ഹെവി വീവിങ് വരുന്ന പോലെയാണ് പല്ലു വന്നിട്ടുള്ളത്. ആൻഡ് ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസും വരുന്നത്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഉള്ള കോൺട്രാസ്റ്റ് വരുന്നത്. റാണി പിങ്ക് ഷെയ്ഡിൽ തന്നെ വൈര ഊസി ആ ഒരു ലൈൻ പാറ്റേൺ ഹൊറിസോണ്ടലി വരുന്ന പോലെയാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 12,200 റുപ്പീസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിക്കാം. കാരണം സിമ്പിൾ സാരിയാണ്, എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെയൊരു ഫീൽ ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ സാരിക്ക് വരുന്നത്. കളർ കോമ്പിനേഷൻ ഇറ്റ്സെൽഫ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. സോ പട്ട് സാരി വേണം, എന്നാൽ കുറച്ച് സിമ്പിളായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റിയ ഒരു ചോയ്സ് ആണിത്. ഇപ്പൊ കണ്ട സെയിം സാരിയുടെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ അടുത്തത് കാണുന്നത്. ഇത് ബ്ലാക്ക് അല്ല, വീഡിയോയിൽ ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അല്ല, ഇത് ഡീപ്പായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഡീപ്പ് ബ്രൗണും റാണി പിങ്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഈ ഒരു സാരിയുടെ ബോഡി നമുക്ക് ഡീപ്പ് ബ്രൗണിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വൈര ഊസി ലൈൻ പാറ്റേൺ വീവിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എഗെയിൻസ്റ്റ് വീണ്ടും നമുക്ക് ആ ഒരു ബൂട്ട, എലിഫന്റ് ബൂട്ടാസും ബോഡിയിൽ ഫുൾ വീവ് ചെയ്ത് വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെ ബോഡി വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സിൽ നമുക്ക് തിക്കായിട്ടുള്ള 4 ലൈൻസ് ആണ് ഇതിലും വീവിങ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോംബോ ആണ്. വീണ്ടും വീണ്ടും പറയുന്ന അത്രയും ഭംഗിയാണ് ഇത് കാണാൻ. ആൻഡ് ലാസ്റ്റ് സാരിയിൽ കണ്ട ആ ഒരു സെയിം ഡീപ്പായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് പല്ലു വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് വീണ്ടും ആ ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ്. ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. റാണി പിങ്ക് ഷെയ്ഡിൽ ഗോൾഡൻ ജെറി ലൈൻസും അതുപോലെ തന്നെ സാരിയുടെ സെയിം ആ ഒരു ബോർഡേഴ്സ് 4 ലൈൻസ് അടുപ്പിച്ച് വരുന്ന ബോർഡറും വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെയും ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസും വരുന്നത് 12,200 തന്നെയാണ്. ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കാണിക്കാം, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെയായിരിക്കും ഈ ഒരു സാരിയുടെ കളർ കോമ്പിനേഷൻ വരുന്നത്. നമുക്ക് പട്ട് സാരിയിൽ ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ ഒക്കെ നമുക്ക് വളരെ റെയർ ആയിട്ടേ വരത്തുള്ളൂ. അത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വരുന്നത് പൊതുവേ വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. സോ ഇന്നത്തെ നെക്സ്റ്റ് സാരി ഇതായിരുന്നു. നമുക്ക് അടുത്ത സാരിയിലേക്ക് പോകാം. അടുത്തത് വരുന്നത് ഒരു ബോർഡർലെസ് സാരിയാണ്. ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് സെല്ലായി വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ്. ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഒരു സാരിയുടെ ബോഡി വന്നിരിക്കുന്നത്. അത് ഡീപ്പും ലൈറ്റുമായിട്ടുള്ള പേർപ്പിളിൻ്റെ ഡ്യുവൽ ഷെയ്ഡാണ് ഈ ഒരു സാരിയുടെ ബോഡിയിലും വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതൊരു ബോർഡർലെസ് സാരിയാണ്. ബോർഡേഴ്സ് സാരിയിൽ വേണ്ട എന്നാഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു സാരിയാണ്. ഇതും പ്യുവർ സിൽക്ക് കാഞ്ചീപുരത്തിലാണ് വീവിങ് വന്നിരിക്കുന്നത്. ബോഡിയിൽ ഫുള്ള് നമുക്ക് വൈര ഊസി കട്ടം പാറ്റേൺ ആണ്, ഗോൾഡൻ ജെറി തിൻ ലൈൻസിലുള്ള ചെക്ക് പാറ്റേൺ ആണ് ബോഡിയിൽ ഫുള്ള് വീവ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് മാംഗോ ബൂട്ടായും അതുപോലെ തന്നെ ചക്ര ബൂട്ടായും അത്യാവശ്യം നല്ല ഒരു എന്താ പറയുന്നത് ഒരു 2.5 ഇഞ്ചോളം സൈസ് വരുന്ന രീതിയിൽ ഫുൾ ബോഡിയിൽ നമുക്ക് വീവ് ചെയ്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെവിനെസ് ഉണ്ട്, എന്നാൽ ബോർഡേഴ്സ് ഇല്ല. ബോർഡേഴ്സ് വേണ്ട എന്നുള്ളവർക്ക് പറ്റിയ ചോയ്സ് ആണ്. നമുക്ക് ഈ ഒരു സാരിയുടെ പല്ലു ആൻഡ് ബ്ലൗസ് കാണാം.
വീണ്ടും നല്ല റാണി പിങ്ക് തന്നെയാണ് ഇതിൻ്റെയും കോമ്പിനേഷൻ വന്നേക്കുന്നത്. ലാസ്റ്റ് സാരിയിൽ നിന്നും കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഇൻട്രിക്കേറ്റ് വീവിംഗ് ഉള്ള പല്ലുവാണ് ഇതിന് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ചക്രയും അതുപോലെ തന്നെ ഫ്ലവർ പാറ്റേണും ട്രഡീഷണൽ പാറ്റേൺസിൻ്റെ എല്ലാം വീവിംഗ് വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ് ഈ സാരിക്ക് വന്നേക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് വൈര ഊസി ലൈൻ പാറ്റേൺ ആണ്. ആ ഒരു റാണി പിങ്കിൽ തന്നെ വൈര ഊസി ലൈൻ പാറ്റേൺ ആണ് ഇതിൽ ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് കോൺട്രാസ്റ്റ് കോംബോ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പിന്നെ ഇത് കുറച്ച് ഹെവി ആയിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസിൽ ചെറിയ വർക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഹെവി ലുക്ക് വേണമെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. അല്ല സിമ്പിൾ ലുക്കാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ബ്ലൗസ് തന്നെ സ്ലീവ്ലെസ് ആയിട്ടോ സ്ലീവ് വെച്ചോ ഒക്കെ സ്റ്റിച്ച് ചെയ്താലും ഭംഗിയായിരിക്കും. പ്രൈസ് വരുന്നത് 14,800 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരി കണ്ടു നോക്കാം. വീണ്ടും റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത്. ഇതും ഡ്യുവൽ ഷെയ്ഡാണ് വരുന്നത്. ഒരു നേവി ബ്ലൂവിൻ്റെയും റോയൽ ബ്ലൂവിൻ്റെയും ഡ്യുവൽ ഷെയ്ഡാണ് ഈ ഒരു സാരിയുടെയും ബോഡി വീവിങ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് വീണ്ടും. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കളറിന് തന്നെ കുറേ ഫാൻസ് ഉള്ള ഉണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് വളരെ ട്രെൻഡിങ് ആണ്. നമുക്ക് റോയൽ ബ്ലൂ ഷെയ്ഡ് ഈ ഒരു സീസണിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആൻഡ് ഇതിൻ്റെ ബോഡിയിലും വൈരൂസി കട്ടം പാറ്റേൺ ചെക്സ് ആണ്, തിൻ ലൈൻസ് ഉള്ള ചെക്സ് ആണ് ബോഡിയിൽ വീവിങ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു 2 ഇഞ്ചോളം വരുന്ന പേസ്ലിയും ചക്രയും പാറ്റേണിലുള്ള വീവിങ് ആണ് വന്നിരിക്കുന്നത്. ഈ രൂപങ്ങളൊന്നും സാരിയിൽ വേണ്ട എന്നുള്ള ആൾക്കാർക്കും, അതായത് നമ്മളുടെ കുറേ അധികം മുസ്ലിം കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് അവർക്ക് രൂപങ്ങൾ കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് രൂപങ്ങളൊന്നും വരാത്ത കാഞ്ചീപുരം, പൊതുവേ കാഞ്ചീപുരത്തിലെ രൂപങ്ങളോടെയാണ് വീവിങ് വരുന്നത്, അറിയായിരിക്കുമല്ലോ. അപ്പം മയില്, ആന അതെല്ലാം വരും. പക്ഷെ ഇതിൽ അതൊന്നും വരുന്നില്ല. പാറ്റേൺസ് അല്ലാത്ത പാറ്റേൺസ് മാത്രം വെച്ചിട്ടുള്ള ഒരു സാരിയാണ്. സോ അവർക്ക് വേണമെങ്കിലും അങ്ങനെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിലും പറ്റിയ സാരീസാണിത്. ആൻഡ് പല്ലു വീണ്ടും നല്ല ഹെവി ആയിട്ട് ആ ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ ലാസ്റ്റ് കണ്ട ആ ഒരു സെയിം പാറ്റേൺസിൽ വരുന്ന പല്ലു തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ആൻഡ് കളർ കോമ്പിനേഷൻ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. റോയൽ ബ്ലൂവും റാണി പിങ്കിൻ്റെയും കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ആൻഡ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസും റാണി പിങ്ക് ഷെയ്ഡിൽ ഒറിസോണ്ടൽ ലൈൻസ് തിന്നായിട്ടുള്ള വൈരൂസി ലൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 14,800 ആണ്. ജസ്റ്റ് ഈ ഒരു സാരിയും ഞാൻ ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വെച്ച് കാണിക്കാം. ഒരു കളർ കോമ്പിനേഷൻ്റെ ഐഡിയ കിട്ടാൻ വേണ്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഇത് കൊടുത്ത് വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇന്നത്തെ നമ്മളുടെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണ്. 4 സാരീസാണ് ഉണ്ടായിരുന്നത്. ഇതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് ഞങ്ങളുടെ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്